എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മോംസ് കറി പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോംസ് കറി പോട്ടിൽ തയ്യാറാക്കാൻ പോകുന്നത് മുഗൾ ക്വിസിനിൽ നിന്നും ഇൻസ്പയർഡായ ഹൈദരാബാദിലെ റോയൽ കിച്ചണിൽ നിന്നുള്ള ഹൈദരാബാദി പനീർ മസാലയാണ്. മൃദുവായ പനീർ ക്യൂബുകൾ, കശുവണ്ടി പരിപ്പും തൈരും പിന്നെ മല്ലിയിലയും സവാളയും തക്കാളിയും ഒക്കെ ചേർത്തുണ്ടാക്കിയ പച്ച നിറത്തിലുള്ള ഗ്രേവിയാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ലൊരു മണവും അടിപൊളി രുചിയുമാണ് ഇതിന്. അപ്പോൾ ഈ ഹൈദരാബാദി ഡിഷ് നമ്മുടെ അടുക്കളയിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹൈദരാബാദി പനീർ മസാല ഉണ്ടാക്കാൻ ആദ്യം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു ഏലയ്ക്ക, 2 ഗ്രാമ്പു, 2 ബേ ലീഫ് എന്നിവയിട്ട് നല്ലൊരു വാസന വരുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി അല്ലി എന്നിവ ചേർത്ത് ഇതിൻ്റെയും പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റുക. അടുത്തതായി 2 ഇടത്തരം സവാള അരിഞ്ഞത് ചേർത്ത് സവാള ഒരു പിങ്ക് നിറമാകുന്നതുവരെ വഴറ്റുക. ഈ സമയത്ത് കുറച്ച് മല്ലിത്തണ്ടും 2 തക്കാളി ചോപ്പ് ചെയ്തതും ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വേവിക്കുക. തക്കാളി വെന്ത ശേഷം ഒരു പിടി മല്ലിയില ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കൂട്ട് ചൂടാറിയ ശേഷം മിക്സിയിലേക്ക് മാറ്റി ഇതിനൊപ്പം കുറച്ച് കശുവണ്ടി പരിപ്പും 1/2 കപ്പ് തൈരും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായി അരച്ചെടുക്കുക. ഇനി ഇതേ പാനിൽ 1 ടീസ്പൂൺ എണ്ണയൊഴിച്ച് 200 ഗ്രാം പനീർ ക്യൂബ്സ് ഇട്ട് തിരിച്ചും മറിച്ചും ചെറുതായി ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അടുത്തതായി നേരത്തെ അരച്ച മസാല പേസ്റ്റ് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റുക. ഈ സമയത്ത് മിക്സർ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് റിൻസ് ചെയ്ത് ആ വെള്ളം ഗ്രേവിയിലേക്ക് ചേർത്ത് ഇളക്കുക. എന്നിട്ട് പാത്രം മൂടി ഗ്രേവി നന്നായി വേവിക്കുക. ഗ്രേവി വെന്ത് കഴിയുമ്പോൾ നേരത്തെ വറുത്തു വെച്ചിരുന്ന പനീർ കഷ്ണങ്ങൾ അതിലിട്ട് പതുക്കെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു കസൂരി മേത്തിയും
1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇളക്കി കുറച്ചു നേരം കൂടെ മൂടി വെച്ച് വേവിക്കുക. അല്പസമയത്തിനു ശേഷം മുകളിൽ ചോപ്പ് ചെയ്ത മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർക്കുക. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി പനീർ മസാല തയ്യാർ. നല്ല ക്രീമിയും ഒപ്പം ഒത്തിരി രുചികരവുമായ ഒരു സൂപ്പർ കറിയാണിത്. ഈ കറി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ചപ്പാത്തിയുടെയും നാനിൻ്റെയും ചോറിൻ്റെയും എല്ലാം കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മോംസ് കറി പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാൻ ഒട്ടും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.